അപ്പം ഇവർക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അവർ 5 മിനിറ്റ് ആയപ്പോൾ തന്നെ തെറി വിളി തുടങ്ങി. കയറി ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ തെറി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആരെന്ന് ചോദിച്ചു. ആരും 3 പേരായിട്ട് ആദ്യം എഴിച്ചു വന്നു. നീ ആരുടെ ചോദിക്കാനും നിനക്ക് എന്ത് കഴിക്കാൻ തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ കട തുറന്ന് വെച്ചിരിക്കും. ഒരുത്തം പിടിച്ച് തള്ളി ഒരുത്തെ അടിച്ച്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വൻ കഞ്ചാവ് വേട്ട. 10 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമ ബംഗാൾ സ്വദേശി ദേവരഥ സർക്കാരാണ് കഴക്കൂട്ടം എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പശ്ചിമ ബംഗാളിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ചില്ലറ വിൽപ്പന നടത്തി വരുന്നതിനിടെയാണ് പിടിയിലായത്. കൊല്ലം അഞ്ചലിൽ 100ഓളം മോഷണ കേസുകളിലെ പ്രതി പിടിയിൽ. അഞ്ചൽ ചണ്ണപ്പേട്ട സ്വദേശി ബാബുവാണ് പിടിയിലായത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 100ൽ പരം മോഷണ കേസുകളിൽ പ്രതിയാണ് ബാബു. ശിക്ഷ കഴിഞ്ഞിറങ്ങിയാൽ വീണ്ടും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തുന്ന രീതിയാണ് ബാബുവിനുള്ളത്. വധശ്രമ കേസിൽ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം മോഷണം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നതിനിടയിൽ ബാബുവിനെ പോലീസ് പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ബാബുവിനെ ചണ്ണപ്പെട്ട ഭാഗത്തെ വെയിറ്റിംഗ് ഷെഡിൽ ഒളിച്ചിരിക്കുന്നതിനിടയിൽ പിടികൂടുകയായിരുന്നു. ബാബുവിന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും